ഇലക്ഷനെ മാത്രം പ്രതികരിക്കുന്ന കുറേ മെമ്പർമാരും മന്ത്രിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ അവസ്ഥയും കാണിച്ചുകൊണ്ട് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു, നാട്ടുകാർ മുഴുവൻ കാണുകയും നല്ല നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ട്. പക്ഷേ എന്താ അധികാരികൾ മാത്രം ഇത് കാണില്ല. പനവൂർ പഞ്ചായത്തിൽ ആരും കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പാലം ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് എത്ര നാളായെന്ന്. ഇതിനകത്തൂടെ KSRTC ബസ്സില്ല, പ്രൈവറ്റ് ബസ്സില്ല. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പോകാൻ വേണ്ടി വളരെ കഷ്ടപ്പാടാണ്. വണ്ടികൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ഈ പൈപ്പ് ലൈനിൽ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുടിവെള്ളവും ഇല്ല. ഇലക്ഷൻ വർക്ക് ആയതുകൊണ്ട് ഇപ്പോൾ നാട്ടിലുള്ള എല്ലാ റോഡുകളും കുത്തിപ്പൊളിച്ച് പണികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യമുള്ളത് ഈ പാലത്തിൻ്റെ അവസ്ഥ മാത്രം നോക്കിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടില്ലേ, വണ്ടികളെല്ലാം പോകുന്നത് മെയിൻ റോഡാണ്. ഈ റോഡിൽ ഇത്രയും ഭാഗം മാത്രമേ വീതിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ബസ്സുകളെല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ വണ്ടികളെല്ലാം ഇപ്പം വേറെ വഴിയൊക്കെയാണ് പോകുന്നത്. അത് കണ്ടില്ലേ, ഇത്രയും ഭാഗം പൊളിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഭാഗം ഇവിടെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ബസ്സുകളെല്ലാം നിരോധിച്ചിരിക്കുന്നത്. എത്ര നാളുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇതെല്ലാം സഹിക്കണമെന്ന്. ലോറിയെല്ലാം പയ്യാണ് പോകുന്നത്. കാരണം അവർക്ക് ഇത് സംഭവം ഇവിടെ ഉള്ള ലോറിയല്ല, വേറെ ഭാഗത്തുള്ള ലോറി ആയതുകൊണ്ട് ഇതുവഴി അവർ കയറി വന്നതാണ്. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരും ഇതേപോലത്തെ ലോറിയൊന്നും കൊണ്ടുവരില്ല. ബസ്സുകളില്ല, പ്രൈവറ്റ് ബസ് ഇപ്പോൾ വന്നിട്ട് എത്രയും നാളായി. അതേപോലെ തന്നെ KSRTC ബസ്, നിരവധി സ്കൂൾ വണ്ടികളാണ് ഈ സമയത്ത് ഇതിലേ പോകുന്നത് കേട്ടോ. ഇവർ മിക്കുള്ളവരും ഇപ്പോൾ ഈ റോഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അതുവഴി തിരിഞ്ഞു പോവുകയും അതേപോലെ തന്നെ കുട്ടികൾ അപ്പുറത്തൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഈ റീച്ചുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഇലക്ഷൻ ആകുമ്പോൾ അങ്ങനെയെങ്കിലും ഇവിടെ ശരിയാവുമെന്ന്. എന്തായാലും ഒരു ഉപയോഗമില്ല. എന്തരടേ ഒരു മോശം.